അങ്ങനെ കുത്തബ്മിനാറിന്റെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി നമുക്ക് നേരെ പോകുന്നത് ജുമാ മസ്ജിദ് അല്ല, നമ്മളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയിലേക്ക്. അപ്പോൾ ഇനി ജുമാ മസ്ജിദിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ നടക്കുകയാണ്, നമ്മളെ മെട്രോയിലേക്ക് നടക്കുകയാണ്. എന്തായാലും ഓട്ടവും കാര്യങ്ങളുണ്ട്, എന്തായാലും ഇവിടുന്ന് വന്നതല്ലേ നടക്കാമെന്ന് വിചാരിച്ച് നടക്കുകയാണ് ഇപ്പോൾ. അഭിനയമാണ് ഗൈസ് ഇവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. എല്ലാം പ്രഡിക്റ്റഡ് ആണ്, പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. തിരിച്ചു കൊടുക്കാം. ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ഡൽഹിയിൽ ആദ്യമായിട്ട് വന്നല്ലേ. मेरी क्रिसमस, मेरी क्रिसमस, हैप्पी न्यू ईयर. ओके, हैप्पी है ना? ഓ മസ്താങ്ക് വന്ന മോനെ. മത്സരം തോന്നുന്നു ഇവിടെ റോഡിൽ. ഒന്ന് കടക്കാൻ പോലും കഴിയുന്നില്ല. നോക്കി ജാമ, മൊത്തം ജാമ. ഓടിയ വണ്ടി എപ്പോൾ തട്ടോന്ന് പറയാനില്ല. ക്രോസിംഗ് ആയത് ഇതാ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഫുൾ പാച്ചലോട് പാച്ചൽ. ഇവിടെ ഉള്ളവരെന്ന് വെച്ചാൽ വേഗം സ്പീഡിൽ ഓടി കിടക്കും, ഓടണ്ട, അവർ സിമ്പിളായിട്ട് കിടക്കും. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഓടിയിട്ട് വണ്ടി തട്ടാൻ പോയി ഇപ്പോൾ, പക്ഷെ അങ്ങനെ തട്ടാൻ പോയി, എന്നാലും രക്ഷപ്പെട്ടു. ഇവിടെ വണ്ടീൻ്റെ പാച്ചൽ പോലെ തന്നെ ഫുൾ ആക്സിഡൻറ്റാണ്. പക്ഷേ ആക്സിഡൻ്റെല്ലാം ഇവിടെ സില്ലി പോലെയാണ് കളയുന്നത്. ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിലേ, കേരളത്തിലാണെങ്കിൽ ഇതെല്ലാം വെച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോക്കും, പിന്നെ അവിടുന്ന് അടിയും പിടിയും പൈസയുടെ തറക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിരിക്കും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ എന്തുണ്ടെങ്കിലും ചിരിച്ച് കൈകാര്യം ചെയ്യും, അങ്ങ് ഒഴിവാക്കും അതല്ലോ. നോക്കിയേട്ടെ, മെട്രോയിൽ കയറേണ്ട ലൈനായത് ക്യൂ. നോക്കി, അതും ശരിയാണ്, നമ്മളെ ബിവറേജിൽ പോലും ഇല്ല ഇത്രയും വലിയ ക്യൂ. നമ്മളങ്ങനെ മെട്രോന്ന് ഇറങ്ങി നമ്മൾ ജുമാ മസ്ജിദിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം സ്ട്രീറ്റ് ആട്ടോ, ശരിയായ നമ്മൾ ഡൽഹി എന്താണെന്ന് അറിയിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിയേ, ഇവിടെ മൊത്തം ഇതാണ് റോഡ് സ്ട്രീറ്റ്. നമ്മൾ മെട്രോ ഇറങ്ങിയ പാടുള്ള സ്ട്രീറ്റ് ആട്ടോ, മെട്രോ ഇറങ്ങിയ പാട് നമ്മൾ കാണുന്ന ജുമാ മസ്ജിദിൻ്റെ സ്ട്രീറ്റായത്. നല്ല തിരക്കാണ്, നോക്കിയേ, നല്ല തിരക്കുണ്ട്. ഇവിടെ മൊത്തം ആളാണ്, എല്ലാം വില കുറവ് കിട്ടുന്ന സ്ഥലമാട്ടോ ഇത്. പൈസ ജീനിലെ വെറും 200 രൂപയുള്ളൂ കേട്ടോ. 150 150 രൂപയ്ക്ക് 3 സ്പ്രേയും കാര്യങ്ങളെല്ലാം എന്തായാലും വിലക്കുറവിൽ വാങ്ങേണ്ട ആവശ്യമില്ല. എന്തായാലും അതെല്ലാം തട്ടിപ്പായിരിക്കും, കാരണം അതിൽ ഗ്യാസും വെള്ളവും അങ്ങനത്തെ ആ ടൈപ്പായിരിക്കും ഇവിടെയെല്ലാം ഉണ്ടാവും. ഇതൊക്കെ 200 രൂപ കേട്ടോ. ശൗരി ബസാറിൽ നമുക്ക് കാണുന്ന ലാപ്ടോപ്പ് ജസ്റ്റ് 6000 രൂപ കേട്ടോ. ഇതാണ് നമ്മുടെ ചൗരി ബസാർ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ അധികം അലൗഡ് അല്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം വെച്ചാൽ എല്ലാം ഏകദേശം പൊക്കിയ മുതലാണ് തട്ടി തന്നപ്പോൾ ഒരാളിന് അടിച്ചു മാറ്റിയ മുതലാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചോരി ബസാറിൽ മെയിനായിട്ട് നല്ലതും അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള എല്ലാ ടൈപ്പ് സാധനവും നമുക്ക് കിട്ടും, പുതിയതായാലും പഴയതായാലും. അപ്പോൾ ഓരോ റേറ്റ് ഏകദേശം വില പേശി എടുത്താൽ സെറ്റായിരിക്കും. ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ മെയിനായിട്ട് സൂക്ഷിക്കണം. ചില സമയം അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ബ്ലാസ്റ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ബൈ ചെയ്യാൻ വേണ്ടി. വെറുതെ കാണുന്നത് ചെറിയ റേറ്റാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കും. അതുപോലെ തന്നെ ജമാ മസ്ജിദിൻ്റെയും ഇടയിലായിട്ടാണ് ഈ സ്ട്രീറ്റ് വരുന്നത് കേട്ടോ. ടോട്ടൽ ഇവിടെ 4 സ്ട്രീറ്റ് ഉണ്ട്. അതിലൊരു സ്ട്രീറ്റാണെന്ന് മറ്റേ നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട സ്ട്രീറ്റ്. അതിൻ്റെ ഉള്ളോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ചൗരി സ്ട്രീറ്റ്, അങ്ങനെ ഓരോ സ്ട്രീറ്റാണ്, ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് ഇവിടെ തിരിച്ചിട്ടുള്ളത്. എല്ലാം സെപ്പറേറ്റ് ആണ്. വില വേശിട്ട് സാധനം കിട്ടുന്നില്ല.
പരുതിട്ട് നല്ല സാധനം കിട്ടി, ഓനെടുത്തു. അപ്പൊ 800 രൂപ കൊടുത്തേ, അവര് 1600 രൂപ വെച്ചു. 100 രൂപക്ക് രാത്രി ലാസ്റ്റ് സെറ്റായി. വണ്ടിയിലെ ഓണും കാര്യങ്ങളെല്ലാം ചുരുക്കം പറഞ്ഞാൽ A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തും ഇവിടെ കിട്ടും. അപ്പൊ നോക്കി കണ്ട് വാങ്ങണമെന്നേ ഉള്ളൂ, ബാക്കി എന്ത് സാധനം ഇവിടെ കിട്ടും. എല്ലാ മോട്ടറും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിളാ. നല്ല ക്ലോക്കും എല്ലാ ടൈപ്പ് ഡ്രസ്സും കാര്യങ്ങളും കിട്ടും. ഗേൾസ് ആയാലും ബോയ്സിനായാലും എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. നല്ല നല്ല പൈസേൻ്റെ സാധനം ഇവിടെയുണ്ട്. മസ്ജിദിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നോക്കിയേ, നല്ല തിരക്കാണ് ഇവിടെ. തൊപ്പി, മോബക്ക സർബത്ത്, മസ്ജിദ്. ഇത്ര ആള് നോക്കിയിട്ട് ഫുൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു വ്യൂ നോക്കി. മസ്ജിദിന്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മള് ഷൂവും കാര്യങ്ങളിലും ഒരു കൈയും പിടിക്കണം. അല്ലെങ്കിൽ എന്തായാലും ഒരു കൈയും പിടിക്കണം എന്ന് പറഞ്ഞു വെച്ചാൽ ഉള്ളിലേക്ക് എന്തായാലും ഇട്ടിട്ട് പോകാൻ പാടില്ല. പിന്നെ കൈയും പിടിക്കാന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് കൈയും പിടിക്കുന്നത്. മസ്ജിദിൽ ഇപ്പോൾ പണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ റീബിൽഡ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മോസ്കിന്റെ മുന്നിലാണ്, ഏറ്റവും വലിയ പള്ളീൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഡൽഹിയിലാണ് നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയുള്ളത്. ഓരോരാളെ നിസ്കരിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നിസ്കരിക്കുന്നതിലൂടെ നമുക്ക് ടൂറിസ്റ്റ് അലൗഡ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഡൊണേഷൻ ബോക്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കയറി നടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിനൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇനി ഇവിടുന്ന് നമുക്ക് ഫുഡ് സ്ട്രീറ്റിലോട്ടേക്ക് പോകാം. ഇതാണ് ഫുഡ് സ്ട്രീറ്റ്, നമ്മളെ ഡൽഹിയിലെ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ മൊത്തം ഫുഡിൻ്റെ ഐറ്റംസ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. നമുക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഫുഡും ഈ സ്ട്രീറ്റിൽ നിന്ന് അവൈലബിൾ ആട്ടോ. ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്നത്. ഇവിടുത്തെ ഹോട്ടലിലെല്ലാം ഇന്റീരിയർ നോക്കിയിട്ട് പുറത്തുനിന്ന് കാണുന്ന രീതിയിലേ അല്ല, ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഫുൾ 5 സ്റ്റാറാണ്. റോസ്റ്റഡ് ബട്ടർ ചിക്കനും അതുപോലെ റുമാലി റൊട്ടിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല കിടിലൻ ടേസ്റ്റ് സാധനം കേട്ടോ. നമ്മളെ മയോണീസും അതുപോലെ മിൻറ്റും കൂടി കൂട്ടിയടിച്ചുണ്ട് നൈസായിരിക്കും. അതുപോലെ നമ്മളെ ഇതാണ് ബട്ടറും അതുപോലെ തൈരും കൂടിയുള്ള സംഭവം. ഇത് നല്ല ഹൈദരാബാദി ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കണ്ട മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ വിശന്ന് വരുന്ന ആർക്കും ഇവർ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്.